വാർത്തയിലേക്ക് വിശദമായി. തൃശൂർ പൂരത്തിന് നിലവിൽ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും റവന്യൂ മന്ത്രി കെ രാജനും വിഷയം സംബന്ധിച്ച വിശദമായ ചർച്ച നടത്തിയെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും തിയോഫിൻ കൂടി ചേരുകയാണ്. തിയോഫിൻ, ഇന്നിപ്പോൾ യോഗം ചേരുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് യോഗ തീരുമാനം? ഒപ്പം യോഗത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്? അശ്വതി, അല്പം മുൻപാണ് യോഗം അവസാനിച്ചത്. വൈകിട്ട് 7:30 കഴിഞ്ഞ് ആരംഭിച്ച യോഗം. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങൾ, തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് പറയാനുള്ളതും കൊച്ചിൻ ദേവസ്വം ബോർഡിന് പറയാനുള്ള കാര്യങ്ങളും എല്ലാം മന്ത്രിമാർ വിശദമായി കേട്ടു. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, റവന്യൂ മന്ത്രി കെ രാജൻ, അതോടൊപ്പം തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനും MP TN പ്രതാപനും, ഇവരെല്ലാം ഉൾപ്പെടെയായിരുന്നു യോഗം. എല്ലാവരുടെയും ഒരു സംയുക്ത യോഗം. എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവരും കേട്ടു. ജനപ്രതിനിധികൾ പറയാനുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു. അതിനുശേഷം ആണ് മന്ത്രിമാർ ഈ യോഗശേഷം കാര്യങ്ങൾ അറിയിച്ചത്. എന്തായാലും തൃശൂർ പൂരത്തെ സംബന്ധിച്ച് പൂരത്തിന് യാതൊരു പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത വിധത്തിൽ ഭംഗിയായി തന്നെ പൂരം നടക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, കോടതി ഇരിക്കുന്ന ഒരു വിഷയമാണിത്. അതിൽ കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം വേണം ഇത് അല്ലെങ്കിൽ ഇതിനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്, അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. 4-ാം തീയതി സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അതിൽ പൂരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ട രീതിയിൽ തന്നെയുള്ള ഒരു നിലപാടായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തന്നെയായിരിക്കും സർക്കാർ സമർപ്പിക്കുക എന്നാണ്. അതായത് യാതൊരു ആശങ്കയും പൂരം ഭംഗിയായി നടക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കും വേണ്ടതില്ല എന്ന സൂചന, അല്ലെങ്കിൽ എന്നാണ് വ്യക്തമായി തന്നെ മന്ത്രിമാർ പറഞ്ഞത്. അതേസമയം ദേവസ്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക്. കാരണം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല വാടക കുറയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ. കാരണം അതും പറയേണ്ടത് കോടതിയാണ്. കോടതി നിർദ്ദേശം നൽകേണ്ടതുണ്ട്. 4-ാം തീയതി കോടതിയിൽ ഈ വിഷയം കോടതി പരിഗണനയ്ക്ക് എടുക്കുമ്പോഴാണ് സർക്കാരിന്റെ നിലപാട് അറിയിക്കേണ്ടതും അതോടൊപ്പം ദേവസ്വങ്ങൾക്കും മറ്റു കാര്യങ്ങൾ പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കോടതി എന്ത് തീരുമാനം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഭംഗിയായി പൂരം നടക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. ഒരു സമവായത്തിലേക്ക്, അതായത് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 4-ാം തീയതി സർക്കാർ തലത്തിൽ കൂടി ആലോചിച്ച് ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സർക്കാർ അറിയിക്കേണ്ട നിലപാട് എന്നത് കൂടി ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണനും മന്ത്രി കെ രാജനും അറിയിച്ചത്. എന്തായാലും ഭംഗിയായി തന്നെ പൂരം നടക്കും എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇനി തർക്കങ്ങളൊന്നും കാര്യമായി ഉണ്ടാകില്ല. ഒരുപക്ഷെ എന്തെങ്കിലും നീക്കുപോക്കുകൾ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധാരണയ്ക്ക് വേണ്ടി ഇനി ചർച്ചകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ എല്ലാവർക്കും പറയാനുള്ളത് മന്ത്രിമാർ കേട്ടു. സർക്കാരിന് വേണ്ടിയിട്ട് 2 മന്ത്രിമാരും വിഷയം കേട്ടിട്ടുണ്ട്. ഇക്കാര്യം മന്ത്രിസഭയിലും അവതരിപ്പിക്കും. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാട്, പൂരം ഭംഗിയായി നടക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കും. ഇത് അനുകൂലമായ രീതിയിൽ ദേവസ്വങ്ങൾക്ക് ഭംഗിയായി പൂരം നടത്തുന്നതിന് വേണ്ട രീതിയിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ട് 4-ാം തീയതി കോടതിയിൽ നൽകുകയും ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി തിയോഫിൻ, തൃശൂർ പൂരത്തിന് നിലവിൽ പ്രതിസന്ധികളൊന്നുമില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും റവന്യൂ മന്ത്രി കെ രാജനും പ്രതികരിച്ചിട്ടുണ്ട്. വിഷയം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും തിയോഫിൻ നൽകിയത്.